ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന SBRലെ എത്തിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ എന്താണ് എത്തിക്സ്? വാട്ട് ഈസ് എത്തിക്സ്? എത്തിക്സ് ഇസ് എ സെറ്റ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് ഗൈഡിങ് ബിഹേവിയർ. നമ്മുടെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾസിന് പറയുന്നതാണ് എന്തെന്ന് നമ്മുടെ എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു കമ്പനിക്ക് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് അതിൽ മസ്റ്റ് എൻഷ്യൂർ ദാറ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദീസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വെൻ ഗോയിങ് അബൌട്ട് ദെയർ ബിസിനസ്. അതായത് അവരുടെ ഇൻട്രസ്റ്റ് നമ്മൾ കണക്കാക്കി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഇറ്റ് ഈസ് ഹൈലി likely that during their career an accountant will encounter some form of ethical issue that will have to be faced and make a difficult decision. അതായത് ഒരു അക്കൗണ്ടന്റിന്റെ കരിയർ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അത് പലതരത്തിലുള്ള എത്തിക്കൽ ഇഷ്യൂസ് അവർ മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അതായത് എന്താണ് പലതരത്തിലുള്ള പ്രലോഭനങ്ങളിൽപ്പെടി അങ്ങനെ ആ ഒരു രീതിയിൽ പലതരത്തിലുള്ള എത്തിക്കൽ ഇഷ്യൂസിൽ അവർ ഫേസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. A business has a society and ethical responsibility to all stakeholders, and therefore it should aim to satisfy all stakeholders rather than focus on one group. അതായത് ഒരു ബിസിനസ്സിന് ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ടു എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒരു സോഷ്യൽ അല്ലെങ്കിൽ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് അവരുടെ ആ ഒരു നമ്മുടെ ഒരു ഫോക്കസിനെ മീൻസ് ഒരു ഗ്രൂപ്പിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ബിസിനസിൻ്റെ എയിം. ഇനി ഫ്രോഡ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രോഡ് ഈസ് എ ഡെലിബറേറ്റ് ആക്ട് ടു ഒബ്റ്റെയിൻ അൺഫെയർ അഡ്വാൻറ്റേജ്. അതായത് നമുക്ക് ഒരു അൺഫെയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാവുന്ന ആ ഒരു ഇതിന് പറയുന്നതാണ് നമ്മൾ എന്തെന്ന് ഫ്രോഡ് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് കോമൺ വേസ് ടു ക്യാരി ഔട്ട് എ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫ്രോഡ് ആർ. അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഫ്രോഡ് നടക്കാൻ ചാൻസസ് ഉള്ള സിറ്റുവേഷൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ റവന്യൂ ഓവർ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കുന്നു, റവന്യൂ കൂട്ടി കാണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് എക്സ്പെൻസ് അണ്ടർ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കുന്നു, അസറ്റ് ഓവർ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കുന്നു, അതുപോലെ ലയബിലിറ്റീസ് എല്ലാം അണ്ടർ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇതെല്ലാം നമ്മുടെ എന്താണ് ഒരു ഫ്രോഡിന്റെ ഭാഗമായിട്ടാണ്. അതായത് സെയിൽസ് മേ ബി ഇൻഫ്ലേറ്റഡ് ബൈ റെക്കോർഡിംഗ് കംപ്ലീറ്റ്ലി ഫിക്റ്റീഷ്യസ് സെയിൽസ് ഓർ റെക്കഗ്നൈസിങ് എ സെയിൽ ബിഫോർ ദ റവന്യൂ ഈസ് ഏൺഡ്. അതായത് ഒരു ഊഹാപോഹത്തിൽ ഇത്ര സെയിൽസ് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ അങ്ങ് എഴുതി വയ്ക്കുക. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ സെയിൽ നടന്നിട്ട് റവന്യൂ നമ്മൾ ഏൺ ചെയ്യുന്നതിന് മുന്നേ റെക്കോർഡ് ചെയ്യുക. അതൊക്കെ എന്താണ് റവന്യൂ ഓവർ സ്റ്റേറ്റ്മെന്റിന് കാരണമാവുന്ന ആ ഒരു ഫ്രോഡ്. അതായത് റവന്യൂ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് നടക്കുന്ന ആ ഒരു ഫ്രോഡ്സ് ആണ് ഇതെല്ലാം. അതുപോലെ തന്നെ അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെൻസസ്. ദിസ് യൂഷ്വലി ഇൻവോൾവ്സ് ഹോൾഡിംഗ് ഓവർ ആൻ എക്സ്പെൻസ് ഇൻകേർഡ് ഇൻ ദ കറന്റ് പീരിയഡ് ടു എ ലേറ്റർ പീരിയഡ്. അതായത് നമ്മുടെ ആ ഒരു പീരിയഡിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പം 2025 ഞാനൊരു എക്സ്പെൻസ് മീറ്റ് ചെയ്തു, പക്ഷെ ഞാനത് 2025 കാണിക്കുക 2026 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലോട്ട് കാണിക്കാന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നു. ഇതൊക്കെ എന്താണ് നമ്മുടെ എക്സ്പെൻസിനെ അണ്ടർ സ്റ്റേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചില എക്സ്പെൻസ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നതിന് പകരം ചിലപ്പോൾ എന്ത് ചെയ്യും, ക്യാപിറ്റലൈസ് ചെയ്ത് കാണിക്കും. ഇതൊക്കെ എന്താണ് നമ്മുടെ എക്സ്പെൻസ് കുറച്ച് കാണിക്കാനായിട്ട്, അതായത് എക്സ്പെൻസിനെ അണ്ടർ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് കാണിക്കുന്ന സംഭവങ്ങളാണ്. അതുപോലെ അസറ്റ് ഓവർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ അസറ്റ്സ് കൂട്ടി കാണിക്കുക. അസറ്റ്സ് കൂട്ടി കാണിക്കുമ്പോൾ എന്താണ് നമ്മുടെ കമ്പനിക്ക് നല്ല രീതിയിലുള്ള അസറ്റ്സും കാര്യങ്ങളും ഡെപ്റ്റ് മീറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അസറ്റ്സും കാര്യങ്ങളും ഉണ്ടെന്നൊരു മിഥ്യാധാരണ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൊടുക്കുന്നു. അതുപോലെ എന്താണ് ദിസ് ഇൻക്ലൂഡ്സ് ഫെയിലിയർ ടു റൈറ്റ് ഓഫ് ഇർറിക്കവറബിൾ അക്കൗണ്ട്സ് റിസീവബിൾ. അതായത് നമ്മുടെ ഇർറിക്കവറബിൾ അക്കൗണ്ട് റിസീവബിൾ ഒന്നും റൈറ്റ് ഓഫ് ചെയ്യുന്നില്ല. റൈറ്റ് ഡൗൺ ഒബ്സൊലീറ്റ് ഇൻവെന്ററി ഓർ ഇമ്പയർ നോൺ കറണ്ട് അസറ്റിന്റെ ഇമ്പയർമെന്റ് ഒന്നും കൊടുക്കുന്നില്ല. അതൊക്കെ ആ സാധനമൊക്കെ എന്താണ് നമ്മുടെ അസറ്റിനെ ഓവർ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കുന്ന സാധനങ്ങളാണ്. അതുപോലെ നമ്മുടെ എന്താണ് ലയബിലിറ്റീസിനെ അണ്ടർ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ എന്താണ് നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ലയബിലിറ്റീസ് ഒന്നുമില്ല, കമ്പനി നല്ല സ്റ്റേബിൾ ആണെന്നൊക്കെ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വെറുതെ ധരിപ്പിക്കുന്നു. ഇതൊക്കെ എന്താണ് ഒരു ടൈപ്പ് ഓഫ് ഫ്രോഡാണ്. എന്തൊക്കെ നമ്മുടെ റവന്യൂ ഓവർ സ്റ്റേറ്റ്മെന്റ്, അതായത് റവന്യൂ കൂട്ടി കാണിക്കുക, അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെൻസ് കുറച്ച് കാണിക്കുക, അസറ്റ് ഓവർ സ്റ്റേറ്റ്മെന്റ് അസറ്റ് കൂട്ടി കാണിക്കുക, അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ലയബിലിറ്റീസ് അണ്ടർ സ്റ്റേറ്റ് ചെയ്യുക. ഇതെല്ലാം നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് ഫ്രോഡാണ് നമ്മുടെ കമ്പനിയിൽ നടക്കുന്നത്. ആൻഡ് മിസ് ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് റൂൾസിന്റെ മിസ് ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ ഒമിഷൻ, മിസ് റെപ്രസെന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ തെറ്റായ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ് ഒരു ടൈപ്പ് ഓഫ് ഫ്രോഡാണ്. ചിലപ്പം മേ ബി ഇത് മറ്റൊരാളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ എന്നുള്ള രീതിയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഈ പറയുന്ന പരിപാടികൾ. സോ ഇതൊക്കെ എന്താണ് പറയുന്നത് ഫ്രോഡിൻ്റെ അത്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്
fraud is a deliberate act to obtain unfair advantage. അതായത് ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കാണിക്കുന്ന ഒരു ഡെലിബറേറ്റ് ആക്ട്, ഒരു തരത്തിലുള്ള ഒരു പ്രവൃത്തിയെ പറയുന്ന പേരാണ് നമ്മൾ എന്താണ് ഫ്രോഡ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു മെയിൻ ടോപ്പിക് ഓഫ് ദ എത്തിക്സ്, ദ കോഡ് ഓഫ് എത്തിക്സ്. അതായത് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കമ്പനിയിൽ ഇപ്പം നമ്മളൊരു അക്കൗണ്ടന്റ് ജോലി ചെയ്യാം. ആ കമ്പനിയിൽ അക്കൗണ്ടന്റ് ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് നമ്മൾ എത്തിക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു എത്തിക്സ്? എത്തിക്സ് ഈസ് എ സെറ്റ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗൈഡിങ് അവർ ബിഹേവിയർ. നമ്മുടെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് ആണെന്ന് പറഞ്ഞു നമ്മുടെ എത്തിക്സ് എന്ന് പറയുന്നത്. എന്നാൽ ഈ കോഡ് ഓഫ് എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ code is based around the conceptual framework and guidance on the practical application of objectives and fundamental principles to typical situations. അതായത് ചില ടിപ്പിക്കൽ സിറ്റുവേഷൻസിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സിനെയും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ഒബ്ജക്റ്റീവ്സിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ടൈമിൽ മേ ബി നമുക്ക് എന്താണ് നമ്മൾ കളയാൻ പാടില്ലാത്ത, നമ്മൾ ശ്രദ്ധിക്കേണ്ട കോഡ് ഓഫ് എത്തിക്സ്, നമ്മൾ എന്താണ് പാലിക്കേണ്ട ചില ഗൈഡ് മറ്റേ പറഞ്ഞില്ല നമ്മൾ ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഒരു ചില സർട്ടൻ ഗൈഡ് ലൈൻസ്, അതിൽ ഫസ്റ്റ് നമുക്ക് 5 കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട്. ഏതൊക്കെയാ കോഡ് ഓഫ് എത്തിക്സ്? ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ, കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊഫഷണൽ ബിഹേവിയർ. ഏതൊക്കെയാ? ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ, കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊഫഷണൽ ബിഹേവിയർ. ഇതിൽ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് to be straightforward and honest in all professional and business relationships. അതായത് എല്ലാ പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് റിലേഷൻഷിപ്പിലും നമ്മൾ എന്തായിരിക്കണം? സ്ട്രെയിറ്റ് ഫോർവേഡും അതുപോലെ തന്നെ ഹോണസ്റ്റും ആയിരിക്കണം. നമ്മൾ എന്താണ് സ്ട്രെയിറ്റ് ഫോർവേഡും ഹോണസ്റ്റും ആയിരിക്കണം. ഓക്കെ, that's known as the integrity. And next we are going to look about the second code of ethics, that is ഒബ്ജക്ടിവിറ്റി. എന്താന്ന് പറഞ്ഞാൽ ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടു എക്സസൈസ് professional or business judgment without being compromised by bias, conflict of interest, or undue influence of or undue reliance on individuals, organizations, technology or other factors. അതായത് ഇൻഡിവിജ്വലോ ഓർഗനൈസേഷനോ ടെക്നോളജിയോ ഇതിൻ്റെ ഒന്നും എന്താണ് ഇൻഫ്ലുവൻസ് ഇല്ലാതെ, അവരുടെ ഒന്നും ബയാസ്, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അവരുടെ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും വെക്കാതെ നമ്മൾ എന്താണ് നമ്മുടെ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ജഡ്ജ്മെന്റ് നടത്തുന്നതിന് പറയും. ജഡ്ജ്മെന്റ് ആയിരിക്കണം നമ്മൾ നടത്തുന്നത്. നമ്മൾ ആരെയും ഒരു ഇൻഫ്ലുവൻസ് വെച്ചായിരിക്കരുത് നമ്മൾ ഒരു പ്രൊഫഷനിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ജഡ്ജ്മെന്റും കാര്യങ്ങളും ഒക്കെ നടത്താനായിട്ട്. ഓക്കെ ആണല്ലോ? സോ ദ സെക്കൻഡ് പോയിന്റ് ഈസ് ദാറ്റ് ഒബ്ജക്ടിവിറ്റി. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഇന്റഗ്രിറ്റി. നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡും ഹോണസ്റ്റും ആയിരിക്കണം. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് ജഡ്ജ്മെന്റ് എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഒന്നും വരാതെ നോക്കുക. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. വാട്ട് ഈസ് ദാറ്റ്? പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ എന്ന് പറഞ്ഞാൽ attain and maintain professional knowledge and skill at the level required to ensure that a client or employing organization receives competent professional service based on the current technical professional standards and relevant legislation. അതായത് ഇപ്പം നമ്മളൊരു കമ്പനിയിൽ ഒരു ലെവലിൽ ജോലി ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു അക്കൗണ്ടന്റ് ജോലി ചെയ്യുന്നു. ആ അക്കൗണ്ടന്റിനെ അവിടെ പെർഫോം ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അതിന് വേണ്ട നോളജും അല്ലെങ്കിൽ ആ ഒരു സ്കില്ലും നമ്മുടെ ആർക്ക് വേണം? നമ്മുടെ ആ ഒരു അക്കൗണ്ടന്റ് വേണം. സോ പെർഫോമൻസ്, കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഏത് മേഖലയിലാണോ നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊരു ലെവലിലാണോ നമ്മൾ ജോലി ചെയ്യുന്നത് ആ ജോലി ചെയ്യുന്ന മേഖലയിൽ നമുക്ക് എന്താണ് ആ ഒരു നോളജ് അല്ലെങ്കിൽ അതിൻ്റെ സ്കില്ല് നമ്മൾ അറ്റൈൻ ചെയ്യണം. അതുപോലെ തന്നെ എന്തും ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഓക്കെ ആണല്ലോ? ആൻഡ് നെക്സ്റ്റ് കോഡ് ഓഫ് എത്തിക്സ് ഈസ് ദാറ്റ് confidentiality. What is that? Confidentiality. To respect the confidentiality of the information acquired as a result of professional and business relationships. അതായത് നമ്മുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കാൻ പഠിക്കണം. കോൺഫിഡൻഷ്യൽ ആയിട്ട്, അതായത് ഒരാളിപ്പോൾ നമ്മളൊരു കാര്യം വിശ്വസ്തമായിട്ട് ഏൽപ്പിക്കുമ്പോൾ നമ്മളത് വെളിയിൽ പോകാതെ മറ്റുള്ളവരറിയാതെ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് പ്രൊഫഷണൽ ബിഹേവിയർ എന്താണ്? കംപ്ലൈ വിത്ത് റെലവൻറ്റ് ലോസ് ആൻഡ് റെഗുലേഷൻസ്. അതായത് എന്തെങ്കിലും ലോസോ റെഗുലേഷൻസോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ബിഹേവ് ഇൻ എ മാനർ കൺസിസ്റ്റന്റ് വിത്ത് എ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി ടു ആക്ട്
the public interest in all professional activities and business relationship. എല്ലാ പ്രൊഫഷണൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബിസിനസ് റിലേഷൻഷിപ്പിലും നമ്മൾ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ ആ ഒരു പ്രൊഫഷൻ്റെ എന്താണ് professional responsibility നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അവോയ്ഡ് എനി കണ്ടക്ട് ദാറ്റ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് നോസ് ഓർ ഷുഡ് നോ മൈറ്റ് ഡിസ്ക്രെഡിറ്റ് ദ പ്രൊഫഷൻ. ആ ഒരു പ്രൊഫഷൻ, അതായത് ഇപ്പോൾ ഒരു ACCA മെമ്പർ ആണെങ്കിൽ ACCA എന്താണ് ACCA എന്ന് പറയുന്ന ആ ഒരു ഇതിനെ പറയിക്കാത്ത രീതിയിൽ നമ്മുടെ ആ ഒരു പ്രൊഫഷനെ പറയിപ്പിക്കാതെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാത്ത ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എന്ത് പെരുമാറ്റവും നമ്മുടെ ബിഹേവിയറും എല്ലാം. So what are the 5 code of ethics? Integrity, objectivity, professional competence and due care, confidentiality, professional behavior. Okay aanallo? Okay, so this is one of the main part in our എന്താണ് എത്തിക്സ് എന്ന് പറയുന്ന ഭാഗത്തിലെ ഒരു മെയിൻ പാർട്ടാണിത്. സോ കോഡ് ഓഫ് എത്തിക്സ്, 5 കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു എംപ്ലോയി പാലിക്കേണ്ട 5 കോഡ് ഓഫ് എത്തിക്സ് എന്തൊക്കെയായിരുന്നു? Integrity, objectivity, professional competence and due care, confidentiality, professional behavior. So next we are moving to the threats that have been faced into the follow. അതായത് നമ്മൾ ഒരു അക്കൗണ്ടന്റ് ഒരു ജോലിയിൽ പ്രവർത്തിക്കുമ്പോൾ പല തരത്തിലുള്ള ത്രെറ്റ്സ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പലതരത്തിലുള്ള ത്രെറ്റ്സ് സംഭവിക്കാൻ അല്ലെങ്കിൽ ആ ഒരു കോഡ് ഓഫ് എത്തിക്സ് ബ്രീച്ച് ആവുന്ന പല സിറ്റുവേഷൻസ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ 5 എണ്ണം എന്തൊക്കെയാണ് 5 എണ്ണം? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ്, സെൽഫ് റിവ്യൂ ത്രെറ്റ്, അഡ്വക്കസി ത്രെറ്റ്, ഫെമിലിയാരിറ്റി ത്രെറ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇന്റിമിഡേഷൻ ത്രെറ്റ്. സോ വാട്ട് ഈസ് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ്? എന്താണ് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് എന്ന് പറഞ്ഞാൽ? The threat that a financial or other interest will inappropriately influence a professional accountant's judgment or behavior. അതായത് എന്താണ്? A threat that a financial or other interest will inappropriately influence a professional accountant's judgment. അതായത് നമ്മൾ പ്രൊഫഷണൽ അക്കൗണ്ടന്റിനെ അല്ലെങ്കിൽ ആ ഒരു എന്താണ് പ്രൊഫഷണൽ ഇതിൻ്റെ ജഡ്ജ്മെൻറ്റോ അല്ലെങ്കിൽ ബിഹേവിയറിനെയോ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റോ വല്ലതും ആ ഒരു സാധനത്തിന് പറയുന്ന പേരാണ് എന്തെന്ന്? സെൽഫ് ഇൻട്രസ്റ്റ്. നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മുടെ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു സാധനത്തിന് പറയുന്നതാണ് എന്തെന്ന്? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് എന്ന് പറയുന്നത്. സെൽഫ് റിവ്യൂ ത്രെറ്റ്. സെൽഫ് റിവ്യൂ ത്രെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? The threat that a professional accountant will appropriately evaluate the results of a previous judgment made or an activity performed by the accountant or by another individual within the accounts firm or employing organizations on which the accountant will rely when forming a judgment as part of performing a current activity. അതായത് ആ ഒരു അക്കൗണ്ടന്റ്, ഇപ്പം ഞാനൊരു അക്കൗണ്ടന്റ്, ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു FS ഞാൻ തന്നെ എന്താണ് നോക്കി ഓക്കെ ഇത് കറക്റ്റാണ്, സെറ്റാണ്, ഇല്ല ഇതിൻ്റെ അകത്ത് ബയാസ് ഒന്നുമില്ല, ഇതിൻ്റെ അകത്ത് എല്ലാ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല, ഇത് കറക്റ്റാണ്, ഇത് പക്കായാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് കൊടുക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിങ് ഫേം തന്നെ ഉണ്ടാക്കിയ ആ ഒരു ഇത് ഞാൻ തന്നെ നോക്കിയിട്ട് ഞാൻ തന്നെ ഓക്കെ ഫൈൻ ടിക്കറ്റ് കറക്റ്റ്, ഓക്കെ ഫൈൻ വെച്ചോ, സെറ്റ് എല്ലാം കറക്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത്. അതിനെ പറയുന്നതാണ് സെൽഫ് റിവ്യൂ ത്രെറ്റ്. നെക്സ്റ്റ് അഡ്വക്കസി ത്രെറ്റ്. Advocacy threat എന്ന് പറഞ്ഞാൽ എന്താണ്? The threat that a professional accountant will promote a client's or employing organization's position to the point of the accountant's objectivity is compromised. അതായത് നമ്മൾ പ്രൊമോട്ട് ചെയ്ത ഒരു ആള്, നമ്മൾ അല്ലെങ്കിൽ കമ്പനിയെ പരിചയപ്പെടുത്തി നമ്മൾ ഓക്കെ ഇത് നല്ല ആളാണെന്ന് പറഞ്ഞ് നമ്മൾ കയറ്റി വിട്ട ഒരാള് എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ നമ്മൾ മേ ബി എന്താണ് ഒന്ന് കണ്ണടച്ചെന്നിരിക്കും അല്ലേ? നമ്മൾ മേ ബി എന്താണ് അവർ ഇതാണ് നമുക്കറിയാവുന്ന ആരാണ്, നമ്മൾ പ്രൊമോട്ട് ചെയ്ത് വിട്ട ഒരാൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ നമ്മൾ എന്താണ് ഒന്ന് കണ്ണടച്ചു കൊടുക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് അഡ്വക്കസി ത്രെറ്റ്. Familiarity threat. The threat that due to a long or a close relationship with the client or employing organization, a professional accountant will be too sympathetic to their interests or accepting of their work. അതായത് നമുക്കറിയാവുന്ന ഒരാൾ, നമുക്ക് എന്താണ് നമ്മുടെ നല്ല രീതിയിൽ നമുക്ക് ക്ലോസ് ആയ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ പെടുന്ന ഒരാൾ
അങ്ങനെ ഒരാൾ നമ്മൾ എന്താണ് നമ്മളിപ്പോൾ ഒരു അക്കൗണ്ടന്റിന്റെ ബേസിസ് നോക്കുകയാണെങ്കിൽ ആ ഒരു അക്കൗണ്ടന്റ് അല്ലെ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ഫാമിലിയിൽ ഒരാൾ പുള്ളിക്കാരനായിട്ട് ഞാൻ എന്താണ് നല്ല രീതിയിൽ അടുപ്പവും കാര്യങ്ങൾ കാണും. പുള്ളിക്കാരൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ മേ ബി ഞാൻ റിപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് കുറവായിരിക്കും. കാരണം എന്താണ് ഞാൻ പുള്ളിക്കാരനായിട്ട് അത്രയ്ക്ക് നല്ല ക്ലോസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഒരു സിമ്പത്തറ്റിക് ആണ്. പക്ഷേ അങ്ങനെ ഒരു സാധനം നമ്മൾ കാണിക്കാൻ പാടില്ല. അങ്ങനെ ഒരു കോഡ് ഓഫ് എത്തിക്സ് നമ്മൾ ബ്രീച്ച് ചെയ്യാനായിട്ട് പാടില്ല. And that is called the familiarity threat. The next one is intimidation threat. Intimidation threat എന്ന് പറഞ്ഞാൽ എന്താണ്? The threat that a professional accountant will be deterred from acting objectivity because of actual and perceived pressures, including attempts to exercise undue influence over the accountant. എന്താ പറയുന്നത്? ഇപ്പൊ ഇന്റിമിഡേഷൻ ത്രെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ള സാധനം നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചെയ്യിക്കുക. അതായത് ഇപ്പോൾ ഒരു അക്കൗണ്ടന്റിനോട് പറയാം, ഇപ്പം ഞാൻ അക്കൗണ്ടന്റ് ആണല്ലോ, എന്നോട് എൻ്റെ സീനിയർ പറയാം, നിന്നെ ഞാൻ ഇവിടെ ഈ ജോലിയിൽ നിന്ന് ചിലപ്പം പിരിച്ചുവിടും, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഓക്കെ, ഭീഷണിപ്പെടുത്തി നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കോഡ് ഓഫ് എത്തിക്സ് ബ്രീച്ച് ചെയ്യിക്കുന്ന ആ ഒരു ത്രെറ്റിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഇന്റിമിഡേഷൻ ത്രെറ്റ്. എന്തെന്ന് പറയുന്നത് ഇന്റിമിഡേഷൻ ത്രെറ്റ്. So what are the threats that we should face in a company? Self-interest threat, self-review threat, advocacy threat, familiarity threat, and intimidation threat. So ഇത്രയും പറഞ്ഞു. എന്തൊക്കെ നമ്മളിപ്പോൾ ഇവിടെ നോക്കി? കോഡ് ഓഫ് എത്തിക്സ് നോക്കി, ത്രെറ്റ്സ് നോക്കി. Then next we are going to look upon the safeguards. Safeguards എന്ന് പറഞ്ഞാൽ എന്താണ്? Safeguards are the actions individually or in combination that the accountant takes that effectively reduce threats to an acceptable level. അതായത് ഈ ത്രെറ്റ്സ് ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് അക്കൗണ്ടന്റ് യൂസ് ചെയ്യുന്ന കുറച്ച് ആക്ഷൻസ്, അത് ഇൻഡിവിജ്വലി ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ആയിരിക്കാം, അങ്ങനെ ആ ഒരു അക്കൗണ്ടന്റ് പെർഫോം ചെയ്യുന്ന ഒരു സർട്ടൺ എന്തെന്നാ പറയുന്നത് ആക്ഷൻസിനെ പറയുന്ന പേരാണ് എന്തെന്ന് സേഫ് ഗാർഡ്സ് എന്ന് പറയുന്നത്. സോ ദി ഇമ്പാക്ട് ഓഫ് എത്തിക്കൽ ആൻഡ് അൺഎത്തിക്കൽ ബിഹേവിയർ. എന്താണ് നമ്മളിപ്പോൾ അൺഎത്തിക്കലായിട്ട് ബിഹേവ് ചെയ്താൽ പറ്റുന്ന എന്ത് ഇമ്പാക്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ദ കോൺസിക്വൻസ് ഫോർ ഇൻഡിവിജ്വൽസ് ഇൻക്ലൂഡ്. ഇപ്പം ഞാൻ അക്കൗണ്ടന്റ് എന്നെ ഒന്ന് ഭീഷണിപ്പെടുത്തി ഒരാൾ എന്തെങ്കിലും ചെയ്യിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ അത് റിപ്പോർട്ട് ചെയ്യും. ഫസ്റ്റ്ലി ഞാൻ എന്ത് ചെയ്യും? അത് മേ ബി ഞാൻ ആദ്യം പുള്ളിക്കാരനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ നോക്കും. അതങ്ങനെ ചെയ്യരുത്, അത് സെറ്റല്ല, അത് കാര്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് അല്ല, അത് എത്തിക്സിനെതിരാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ ബോധപ്പെടുന്ന നോക്കും. പുള്ളി അന്നേരം നമ്മൾ സെറ്റായില്ലേ നമ്മൾ എന്ത് ചെയ്യും? നേരെ നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഇൻഫോം ചെയ്യും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഇൻഫോം ചെയ്തിട്ട് വലിയ സാധനമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ നമ്മുടെ ഏത് ബോർഡാണോ, ഇപ്പം ഞാനിപ്പോൾ ACC ആണെങ്കിൽ ACCയുടെ ബോർഡിൽ ഞാൻ എന്താണ് ഇൻഫോം ചെയ്യും. ACC ബോർഡിൽ ഇൻഫോം ചെയ്തിട്ട് എന്നിട്ടും എന്തെങ്കിലും ഇതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അറ്റ് എ ലാസ്റ്റ് സ്ലോട്ട്, അതായത് നമ്മൾ അവസാനത്തെ ഒരു ഇതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റിസൈൻ ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ, സോ നമ്മൾ ഒരു തരത്തിലും എത്തിക്സ് വിട്ട് കളിക്കരുതെന്നാണ് പറയുന്നത്. ദി ഇമ്പാക്ട് ഓഫ് എത്തിക്കൽ ആൻഡ് അൺഎത്തിക്കൽ ബിഹേവിയർ. ഇമ്പാക്ട് ഓഫ് എത്തിക്കൽ ആൻഡ് അൺഎത്തിക്കൽ ബിഹേവിയർ. ഒരു സെക്കൻഡ്. എന്താണ്? ഫൈൻസ്, അതുപോലെ ലോസ് ഓഫ് പ്രൊഫഷണൽ റെപ്യൂട്ടേഷൻ്റെ ലോസ്, പിന്നെന്താണ് ബീയിങ് പ്രിവെന്റഡ് ഫ്രം ആക്ടിങ് ആസ് എ ഡയറക്ടർ. പബ്ലിക് കമ്പനിയിൽ ഡയറക്ടറായിട്ട് നമ്മൾ എന്താണ് ഇതാക്കാതെ ഇരുന്ന, പിന്നെ അതുപോലെ തന്നെ എന്താണ് അതുപോലെ പോസിബിലിറ്റി ഓഫ് ബീങ് എക്സ്പെൽഡ് ഫ്രം എ പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ബോഡി. ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ബോഡിയിൽ നിന്ന് നമ്മളെ പിരിച്ചുവിടുന്നത്, നമ്മുടെ PSC മെമ്പർ നമ്മൾ പിരിച്ചുവിടുന്നു. അതുപോലെ ഒരു പ്രിസൺ, അതായത് നമ്മളെ മേ ബി എന്താണ് നമ്മളെ ജയിലിലിടാൻ വരെ ചാൻസസ് ഉള്ള സാധനങ്ങൾ ആണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ആ ഒരു എത്തിക്സിൽ നമ്മൾ മെയിൻലി നോക്കേണ്ട സാധനങ്ങൾ. കോഡ് ഓഫ് എത്തിക്സ് ഇതൊക്കെയായിരുന്നു. ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ, പിന്നെന്താണ് കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊഫഷണൽ ബിഹേവിയർ. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ത്രെറ്റ്സ് എന്തൊക്കെയായിരുന്നു? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ്, സെൽഫ് റിവ്യൂ ത്രെറ്റ്, അതുപോലെ എന്താണ് അഡ്വക്കസി ത്രെറ്റ്, ഫെമിലിയാരിറ്റി ത്രെറ്റ്, ഇന്റിമിഡേഷൻ ത്രെറ്റ്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ that's all for the day. Thank you.